64 പേര് ചേർന്ന് 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ നിരവധി കാലങ്ങളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേരളം അതിന് വളക്കൂറുള്ള ഒരു മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സംവിധാനം വലിയ രീതിയിലുള്ള പരാജയമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ട്രെയിനർ തന്നെ പല കുട്ടികളെയും പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത. ഒരു തല്ലിപ്പൊളി പോലീസ് സംവിധാനം, ഒരു തല്ലിപ്പൊളി സർക്കാർ സംവിധാനമുള്ള സംസ്ഥാനത്ത് എത്ര പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാലും ഇപ്പോൾ അതിലെ പ്രതികൾക്കൊക്കെ സംസ്ഥാനം വിട്ട് പോകാനുള്ള അവസരം വരെ മൗനമായി ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പാസ്സാക്കുന്ന നിയമങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന എഞ്ചിൻ അതാണ് സർക്കാരും പോലീസും എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പെൺകുട്ടികളോട് ജാഗ്രത പാലിക്കണം എന്നോ അല്ലെങ്കിൽ അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നോ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്. അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ഗോഡ്ലി ഇമേജാണ് നമ്മുടെ സംസ്കാരം തരുന്നത്, അല്ലേ? നമസ്കാരം മാഡം. നമസ്കാരം. നമുക്ക് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥിയെ 64 പേര് കൂടി ചേർന്ന് പീഡിപ്പിച്ചൊരു കാര്യം. ഇതിനു മുന്നും ഇതുപോലെ സമാനമായ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇതിനെതിരായിട്ടൊരു നടപടി എടുക്കുന്നതുമില്ല. എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ആവർത്തിച്ച് വരുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം പീഡിപ്പിക്കുന്നവരുടെ ഒരു പറുദീസയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആശങ്കപ്പെടുകയാണ് ഇപ്പോൾ. കാരണം 64 പേര് ചേർന്ന് 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ നിരവധി കാലങ്ങളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം കേരളം അതിന് വളക്കൂറുള്ള ഒരു മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സംവിധാനം വലിയ രീതിയിലുള്ള പരാജയമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. വാളയാറാകട്ടെ, വണ്ടിപ്പെരിയാറാകട്ടെ, എത്രയോ നിരവധി നമ്മൾ അറിയുന്നതും അറിയാത്തതും അൺറിപ്പോർട്ടഡ് ആയിട്ട് പോകുന്നതുമായിട്ടുള്ള എത്രയോ കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സ്ത്രീ പീഡനവും സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഒരു സ്ത്രീയെ പട്ടാപ്പകൽ ഒരാൾ ആക്രമിച്ചാൽ പോലും അയാൾ കൃത്യമായ രീതിയിൽ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രതികളെ ശിക്ഷിക്കാനോ ഒന്നും നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല. എന്തിന് വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ നടികൾ പോലും പരാതിപ്പെടുന്ന പല കേസുകൾ, ഇപ്പം ഹണി റോസിൻ്റെ കേസിൽ മാത്രമാണ് നമ്മളൊരു അറസ്റ്റും കാര്യങ്ങളും ഒക്കെ വളരെ സ്വിഫ്റ്റായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് കണ്ടിട്ടുള്ളത്. മറ്റ് എല്ലാ കേസുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രതികൾക്കൊക്കെ സംസ്ഥാനം വിട്ട് പോകാനുള്ള അവസരം വരെ മൗനമായി ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം നടത്തി കൊടുത്തിട്ടുണ്ട്, ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ മനുഷ്യരായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ പർട്ടിക്കുലർ കേസിലെ വിക്റ്റിമായിട്ടുള്ള പെൺകുട്ടി സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വലിയ കോൺട്രവേഴ്സി വന്നിരുന്നു. ട്രെയിനർ തന്നെ പല കുട്ടികളെയും പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഗവൺമെൻറ് കൃത്യമായ രീതിയിൽ ഇടപെട്ട് ഇത്തരത്തിൽ ടെയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് ഒരു ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകനാണ്, ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവതുല്യനായിട്ട് നിൽക്കുകയും പ്രവർത്തിക്കുകയും കുട്ടികളെ സംരക്ഷിക്കാനും കടപ്പെട്ട ബാധ്യതപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ സ്കൂളിലാവട്ടെ അല്ലെങ്കിൽ കോളേജിലാകട്ടെ സ്പോർട്സ് രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപകരുടെ അടുത്ത്, ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ആകട്ടെ വീട്ടുകാരയക്കുന്നത് അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ഗോഡ്ലി ഇമേജാണ് നമ്മുടെ സംസ്കാരം തരുന്നത്, അല്ലേ? അവർക്കൊപ്പം കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നുള്ളൊരു ധൈര്യത്തിലാണ് മാതാപിതാക്കൾ അയക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പെൺകുട്ടികൾ അധ്യാപകരാൽ പോലും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അത് ഒന്നോ രണ്ടോ കേസുകളല്ല, നിരന്തരം ഒന്നിനു പിറകെ ഒന്നായി ഇത്തരത്തിലുള്ള കേസുകൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പോർട്സിൻ്റെ മേഖലയിൽ നിന്ന് KCAയുടെ കോൺട്രവേഴ്സിക്ക് ശേഷം വീണ്ടും പത്തനംതിട്ടയിൽ ഇതുപോലൊരു ഇഷ്യൂ വരുമ്പോൾ അത് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. നമുക്ക് പെൺകുട്ടികളോട് ജാഗ്രത പാലിക്കണം എന്നോ അല്ലെങ്കിൽ അവർ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നോ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്. അങ്ങനത്തെ പഠിപ്പിക്കലല്ലോ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ മെക്കാനിസം ടൈംലി ആയിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻ്റർഫിയർ ചെയ്ത്, പ്രത്യേകിച്ച് ഈ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയുടെ കേസ് എന്നൊക്കെ പറയുന്നത് പോക്സോ കേസാണ്. വലിയ രീതിയിൽ ബുക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ പ്രതികളായിട്ടുള്ളവർക്ക് ശിക്ഷ ലഭിക്കാവുന്ന നിയമം നമുക്കുണ്ട്. പക്ഷേ ആ നിയമത്തെ എത്ര കണ്ട് ഇഫക്റ്റീവായിട്ട് സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു, പോലീസ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ആശങ്കയ്ക്ക് ഉളവാക്കുന്ന വിഷയം.
പക്ഷേ ഇതിനു മുമ്പും ഇതേ സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകരുൾപ്പെടെ ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ഇത്ര ശിക്ഷയെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഇങ്ങനെ അങ്ങനെ അങ്ങ് പോകും, അല്ലെങ്കിൽ സർക്കാർ ചിലപ്പോൾ സംരക്ഷിച്ചോളും എന്നൊരു വിചാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ ഇത് വീണ്ടും ആവർത്തിച്ച് വരുന്നത്? സർക്കാർ ഇതിന് നല്ല രീതിയിലൊരു മറുപടി ഒരിക്കൽ വരുമ്പോൾ നല്ല രീതിയിലൊരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഇത് പിന്നെ ആവർത്തിക്കുമോ? ഒരിക്കലും ഇല്ല. ഞാൻ ഈ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, വേറൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാം. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഞാനടക്കമുള്ള ആളുകൾ ആ റിപ്പോർട്ടിലുള്ള ആളുകളുടെ പേരുകൾ പൊതുസമൂഹത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ സർക്കാർ അവർക്കെതിരെ കേസെടുക്കണമെന്ന് വാദിച്ചതിൻ്റെ കാര്യം, ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ ഒരാൾ പണിഷ് ചെയ്യപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ഒരു മാതൃകയാണ്. അത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് അധാർമികമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ വി വിൽ ഹാവ് ടു ആൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ട്. ആ ലോ ആൻഡ് ഓർഡർ മെക്കാനിസം കൃത്യമായി ഇവിടെ നടപ്പിലാക്കും എന്നൊരു ഭയമുണ്ട് എങ്കിൽ വലിയൊരു പരിധിവരെ ഇത്തരത്തിലുള്ള ഒഫൻസസ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ KCAയിലെ ഇഷ്യൂ തന്നെ നമ്മൾ കണ്ടില്ലേ, ആ ട്രെയിനർക്കെതിരെ പല അലിഗേഷൻസ് വന്നിട്ടും വീണ്ടും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിച്ചാലും പേടിക്കേണ്ട കാര്യമില്ല, നിയമം എൻ്റെ വഴിക്ക് വരുമെന്ന് ചിന്തിക്കാൻ ആൾക്കാർക്ക് അവസരം നൽകുന്ന ഒരു തല്ലിപ്പൊളി പോലീസ് സംവിധാനം, ഒരു തല്ലിപ്പൊളി സർക്കാർ സംവിധാനമുള്ള സംസ്ഥാനത്ത് എത്ര പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാലും, ഇപ്പോൾ വാളയാറിലും അതുപോലെ വണ്ടിപ്പെരിയാറിലും ഒക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊരു എക്സെപ്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹണി റോസിൻ്റെ കേസിൽ മാത്രമാണ്. അതും സർക്കാർ ഒരു പ്ലേയിങ് ടു ദ ഗാലറി മോഡിൽ കളിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. വരും ദിവസങ്ങളിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട് സർക്കാർ സ്ത്രീകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ 5 വർഷം ജാമ്യമില്ലാത്ത രീതിയിൽ തടവ് കിട്ടും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബില്ല് പാസ്സാക്കാൻ കഴിയുന്നില്ല? ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സംവിധാനത്തിൽ ഒരുപാട് നിയമം സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഭാരതീയ ന്യായ സംഹിതയിലായാലും പഴയ IPCയിലായാലും ഒക്കെ ഒരുപാട് നല്ല സെക്ഷൻസ് നമുക്കുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ സംവിധാനം പരാജയപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ടുള്ള പുതിയ നിയമങ്ങൾ ആവശ്യമുള്ള മുറയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. പക്ഷേ നിയമം പാസ്സാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. നിയമം നോക്കുകുത്തിയായി ഇരിക്കുകയാണെങ്കിൽ ആ പാസ്സാക്കുന്ന നിയമം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ പ്രവർത്തിക്കുന്ന നിയമങ്ങൾ, പാസ്സാക്കുന്ന നിയമങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന എൻജിൻ, അതാണ് സർക്കാരും പോലീസും എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നിഷേധാർഹ്യമുള്ള സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കോംപ്രമൈസും സീറോ ടോളറൻസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു ഗവൺമെൻറ്റിനെയാണ് നമുക്ക് ആവശ്യം. അവിടെയാണ് ഈ സർക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരോധാഭാസത്തിനിടയാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം പിണറായി സർക്കാർ വരുന്നത് തലയിണക്കിടയിൽ വാക്കത്തി വെച്ച് ഒരു സ്ത്രീക്കും ഉറങ്ങേണ്ടി വരില്ല, സഖാവ് പിണറായി വിജയൻ്റെ കേരളത്തിൽ എന്ന് പറഞ്ഞാണ് വന്നത്. ആ കേരളത്തിൽ തന്നെയാണ് വാളയാറും വണ്ടിപ്പെരിയാറും നമ്മൾ കണ്ടത്. KCAയിലെ അതിക്രമം കണ്ടിട്ടുള്ളത്. ഹേമ കമ്മിറ്റിയിൽ നിരവധി നടിമാർ അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ചതിന്മേൽ വർഷങ്ങളോളം സർക്കാർ തന്നെ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായി അടയിരിക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോൾ നിശ്ചയദാർഢ്യമുള്ള നല്ല ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിൽ അത് നമുക്ക് ആവശ്യമാണ്. സ്വന്തം മകളുടെ സുരക്ഷ മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാ പെൺമക്കളുടെയും സുരക്ഷ അത് ഉറപ്പുവരുത്താൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നുള്ള ബോധ്യമുള്ള തലവന്മാരെയാണ് സംസ്ഥാനത്തിന് ആവശ്യം.